ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്, മൊളാരിറ്റി ടു മൊളാലിറ്റി കൺവേർഷൻ. ഇത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് വരും. ഡയറക്ട്ലി വേണമെങ്കിൽ ഫോർമുല തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദിസ് ഇൻ എ വേ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു റിമെമ്പർ ദ ഫോർമുല എനിമോർ എവർ ഫോർ എനി കൺവേർഷൻ കോൺസെൻട്രേഷൻ ടേം. അപ്പം ഇതിൽ ആദ്യം നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ടേം തന്നിട്ടുണ്ടായിരിക്കും, വേറൊരു കോൺസെൻട്രേഷൻ ടേം ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടിന്റെയും ഡെഫിനിഷൻ നല്ലപോലെ മനസ്സിലിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഇതിൽ 2 molar NaOH solution has a density of 1.06 gram per ml. Find molality. ഇതാണ് തന്നേക്കുന്നത്. റൈറ്റ്, ലെറ്റ്സ് അപ്രോച്ച് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഈ കൺസെൻട്രേഷൻ ടേം തന്നേക്കുന്നത് എന്താണ്? മൊളാരിറ്റി. നമുക്ക് ചോദിച്ചേക്കുന്ന എന്താണ്? മൊളാലിറ്റി. ഇത് രണ്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് തിരിച്ചു വരാം. റൈറ്റ്, സോ ഫസ്റ്റ് ഇസ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 liter സൊല്യൂഷൻ. ഇതാണ് ഇതിന്റെ ഒരു വേർബൽ ഡെഫിനിഷൻ. ചിന്തിക്കുക, ഫോർമുല കൊണ്ട് ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഇൻ ml into 1000, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വേർബൽ ഡെഫിനിഷൻ ചിന്തിക്കുക. എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 liter സൊല്യൂഷൻ? അതാണ് മൊളാരിറ്റി. മൊളാലിറ്റി എന്താണ്? നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 kg സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് മൊളാലിറ്റി. അപ്പൊ ഇതിനെ ആദ്യം മൊളാരിറ്റിയാണ് തന്നേക്കുന്നത്. ഇവിടെ എന്തോ തന്നേക്കുന്നത്? 2 molar NaOH സൊല്യൂഷൻ. അപ്പം ഇതിന് നമ്മൾ പിക്ചറൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 2 mol NaOH ഉണ്ട് 1 liter സൊല്യൂഷനകത്ത്. അപ്പൊ ഈ ഏത് കോൺസെൻട്രേഷൻ ടേം ആണെങ്കിലും അതിന്റെ എല്ലാത്തിന്റെയും ഡെഫിനിഷനകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി കാണും. 1 ലിറ്ററിൽ എത്ര, 1 കിലോഗ്രാമിൽ എത്ര, അങ്ങനെയൊക്കെയാണ് എല്ലാ കൺസെൻട്രേഷൻ ടേമിന്റെയും ഒരു ജനറൽ ഫോർമാറ്റ്. ഇത്ര ഉണ്ട് ഇത്രയ്ക്കകത്ത്, അങ്ങനെയാണ് ജനറൽ ഫോർമാറ്റ്. അപ്പൊ ഇവിടെ എന്താണ്? 2 mol NaOH ആണ് 1 liter സൊല്യൂഷനിലുള്ളത് എന്നുള്ളതാണ് സ്റ്റോറി. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇതിനകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത്, എന്തിനകത്തെന്നുള്ളതാണോ ഡെഫിനിഷനകത്ത് പറഞ്ഞേക്കുന്നത്, we will assume that this is what we have, right? So I'm going to assume that volume of solution that I have is 1 liter, implies number of moles of NaOH is 2. 2 mol ഉണ്ട് 1 ലിറ്ററിനകത്ത് എന്നല്ലേ പറഞ്ഞു. പിന്നെ അത് തന്നെയല്ലേ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. 1 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1000 ml. അതിനകത്ത് 2 mol NaOH ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം തന്നേക്കുന്ന വേറൊരു ടേം ഉണ്ട് ഇവിടെ. ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് 1.06 gram per ml എന്ന് പറഞ്ഞാൽ ഇതും ഒരു കൺസെൻട്രേഷൻ ടേം അല്ല. ഡെൻസിറ്റിയും ഇതുപോലെ തന്നെ ഒരു ഇന്റൻസീവ് ക്വാണ്ടിറ്റി ആണ്. ഇത്രയുണ്ട് ഇത്രയിനകത്ത് എന്നുള്ളൊരു രീതിയിലാണ് ഡെഫിനിഷൻ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 1 മീറ്റർ ക്യൂബിൽ ഇത്ര വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗ്രാം ഉണ്ട് 1 ml, അങ്ങനെയാണ് ഡെൻസിറ്റി. അപ്പൊ ഇത് 1.06 gram ഉണ്ട് 1 ml വെയിറ്റ്. അപ്പൊ 1000 ml നമ്മുടെ ഉള്ളപ്പം വെയിറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻടു ഡെൻസിറ്റി. അപ്പൊ നമ്മുടെ 1.06 gram per ml into 1000 ml, നമ്മുടെ എത്ര വരും? ml ക്യാൻസൽ ചെയ്ത് 1060 grams. ഇതാണ് വെയിറ്റ് ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻടു ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ആണ് വെയിറ്റ്. 1060 gram ഉണ്ട്. അതിനകത്ത് NaOHന്റെ 2 mol ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വെയിറ്റ് നമുക്കറിയാമല്ലോ. വെയിറ്റ് ഓഫ് NaOH എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഇൻടു മോളാർ വെയിറ്റ്. ആൻഡ് മോളാർ വെയിറ്റ്, 1 മോളിന്റെ വെയിറ്റ് 23, 16, 1, 40 grams per mol. 2 mol ഉണ്ട്. അപ്പൊ 2 into 40, 80 gram. ഇതാണ് NaOHന്റെ വെയിറ്റ്. റൈറ്റ്, സൊല്യൂഷനകത്ത് ഇത് ഇത്രയും വെയിറ്റ്, സൊല്യൂഷന്റെ വെയിറ്റ് ഇത്, അതില് സൊല്യൂട്ടിന്റെ വെയിറ്റ് ഇത്. അപ്പം ഇനി നമ്മൾ ചോദിച്ചേക്കുന്ന മൊളാലിറ്റി, ഇതിന്റെ ഫോർമുല ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അതിന്റെ ഫോർമുല ഏതായാലും ഫൈനലി യൂസ് ചെയ്തേ പറ്റും. അപ്പൊ മൊളാലിറ്റിയുടെ ഫോർമുല എന്തുവാ? മൊളാലിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്
divided by weight of solvent in grams into 1000. കിലോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി, അല്ല ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻടു 1000. ഫോർമുല എഴുതുക. ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് അറിയാം, നമ്മൾ അസ്യൂം ചെയ്ത സാമ്പിൾ സൈസിനനുസരിച്ച് 1 ലിറ്ററിനകത്ത് എന്തൊക്കെ അറിയാം ഇതിനകത്ത്? ഇതറിയാം, 2 മോൾ ഉണ്ട് NaOH. വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് വേണ്ടത്. നമ്മുടെ ഈ ഉണ്ടോ? ഇല്ല. നമ്മുടെ പക്ഷെ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. സബ്ട്രാക്ട് ചെയ്താൽ കിട്ടില്ലേ? അപ്പം വെയിറ്റ് ഓഫ് നമ്പർ ഓഫ് മോൾസ് 2, വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ 1060 മൈനസ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻടു 1000. അപ്പൊ we'll get this to be equal to 2000 divided by 980. 200 divided by 98, which is equal to how do I normally do these calculations? See, 200 in it. Think of a multiple of this plus something. So I can think of this as 196 plus 4 divided by 98. So this is 2 plus 4 by 98. ഈ 4 by 98 എന്ന് പറയുന്നത് 4 by 100ന്റെ അടുത്ത്, അതിലും കുറച്ച് കൂടുതലായിരിക്കും. 4 by 100 എന്ന് പറയുമ്പോൾ 2.04 വരും. അപ്പൊ ഈ ഫൈനൽ ആൻസർ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 2.04 മോളാർ. റൈറ്റ്? അപ്പം നമ്മളിപ്പോ നോക്കിയത് കൺസെൻട്രേഷൻ ടേമിന്റെ കൺവേർഷന്റെ ഒരു ടൈപ്പാണ്. എന്താണ് ചെയ്യേണ്ടത്? തന്നേക്കുന്ന കൺസെൻട്രേഷൻ ടേമിന്റെ വെർബൽ ഡെഫിനിഷൻ വിചാരിക്കുക. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ബൈ ഡെഫിനിഷൻ ഒരു സൈസ് ഡെഫിനിഷൻ കാണും. അത് അസ്യൂം ചെയ്യാൻ നമ്മുടെ ഈ ഉണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെൻട്രേഷൻ ടേമിന്റെ ഫോർമുല എഴുതുക. അതിനകത്ത് ഈ ഉള്ള സാധനങ്ങൾ ഡയറക്ട്ലി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അറിയാത്ത ടേംസ് എല്ലാം നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു സാമ്പിൾ സൈസിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുക. അതെല്ലാം കൂടെ എടുത്ത് ഇതിനകത്ത് വാല്യൂ ഇടുക, ആൻസർ കണ്ടുപിടിക്കുക. Right? I hope this was easy. We'll do more videos like this, probably in the same sequence as we have, like for example atomic structure, അതിനുശേഷം periodic chemical bonding, അങ്ങനെ വേണേ പോവാം. പക്ഷേ if you suggest us something that you urgently need because a lot of exams are coming up, we'll take them up first. All the best. See you.